കാട്ടാനനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പ്രതിമാമൻ വന്നത്. അപ്പൊ ഞാനും പ്രതിമാമനും കൂടി ബൈക്കിൽ ചുറ്റി. വൈകുന്നേരം മുതൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ടൗണിലേക്കൊന്നും അധികം ഇറങ്ങിയില്ല. ഞങ്ങൾ ഇനി റൂമിലേക്ക് പോവാ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. പ്രതിമാമന്റെ കമ്പനി കോട്ടേജായ കണ്ണൻ ദേവൻ ഹിൽസ് ക്ലബിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇന്ന് അവിടെയാണ് താമസിക്കുന്നത്. മഴ പെയ്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും തണുപ്പുണ്ട്. ഇവിടെ ക്ലബ് ഉള്ളത് കൊണ്ട് കുറെ ചേട്ടന്മാര് ഇവിടെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ ചേട്ടന്മാര് മാനേജറിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ റൂമിന്റെ കീ കിട്ടാൻ വേണ്ടി കുറച്ച് വഴുകും. കീ കിട്ടണവരെ ഞാനിവിടെ ഒന്ന് ചുറ്റിക്കാണാന്നൊക്കെ വിചാരിച്ചു. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. നല്ല കിടിലോട്ട് തണുപ്പൊക്കെ അതായത് കോട മഞ്ഞ് നല്ലോണം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എക്കോ പോയിന്റിൽ പോയിരുന്നു തണുപ്പില്ല. ആനനെ കാണാൻ പറ്റിയ മോനെ അത് ഭയങ്കര അതൊരു നമ്മ ഈ കോട്ടേജിലെ ബെസ്റ്റ് റൂമാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കണം. ആ റൂമിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ആ കോട്ടേജിന്റെ ഫ്രണ്ട് ലുക്ക്. ഒരു കിടില ആംബിയൻസ് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് തരും. രാവിലെ ഇതിന്റെ ഫുൾ ആംബിയൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. ഈ ഡോർ എനിക്ക് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അച്ഛനെ കൊണ്ട് തുറപ്പിക്കാം. നോക്കുമ്പോഴേക്കും ഒരു നല്ലൊരു ക്യൂട്ടായിട്ടൊരു നായക്കുട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. ഞാൻ അതിന് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച്. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ടാവും പട്ടിക്കുട്ടീനെ കാണാൻ. ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കാനൊക്കെ വന്നപ്പോഴേക്കും ആ നായക്കുട്ടി കുറച്ച് മാറി കേട്ടോ. ഞാൻ നല്ല നല്ല ഫോട്ടോക്കൊക്കെ നല്ല പോസ് ചെയ്ത് തന്നെയൊക്കെയുണ്ട്. പാവം കേട്ടോ. അവിടെ ചെന്നമാ ഞാൻ ഫുഡൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും അതെടുത്ത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി അവളുടെ അടുത്തൊന്ന് ജസ്റ്റ് ചെന്നിരുന്നപ്പോഴേക്കും അവള് നേരത്തെ പേടിച്ച പോലെ ഒന്നും പേടിച്ചിട്ടൊന്നുമില്ല. അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് അവളൊന്നും ചെയ്യലെന്ന്. അതുകൊണ്ട് അവള് അടുത്ത് അപ്പൊ തന്നെ നിന്ന് നോക്കി കേട്ടെ. പേടിച്ച് എന്നാലും അവള് പോസ് ചെയ്ത് തന്നെ. ഞങ്ങൾ പോകുമ്പോ തന്നെ അവളും കൂടെ വന്ന് ഞങ്ങളൊന്ന് വിളിച്ചപ്പോഴേക്കും ഓടി വന്നട്ടാ. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നണേട്ടാ. ഞങ്ങളിത് വന്നപ്പോഴേക്കൊന്നും കണ്ടില്ല. ഞാൻ അറിയാണ്ടും ഡോറ് തുറന്നപ്പോഴേക്കുമാണ് ഇവള് കണ്ടത്. കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും അവള് ഹാപ്പി ആയിട്ടുണ്ട്.
കിടന്നപ്പോഴേക്കും ഒരുപാട് താമസിച്ച്. ഞാനും പ്രതിമാവനും കൂടി ഇന്നലെ ആ നായക്കുട്ടീനെ കുറേ കളിപ്പിച്ചും പിന്നെ കുറേ ചുറ്റി കറങ്ങിയപ്പോഴും അവളും കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ എണീക്കാന്നാ വിചാരിച്ചത്, അതുകൊണ്ട് പറ്റിയില്ല. നമുക്കൊന്ന് പുറത്തൊക്കെ പോയി നോക്കാം. അച്ഛൻ റെഡിയായി വരുന്നവരെ നമുക്കൊന്ന് ഇവിടേക്കൊന്ന് ചുറ്റി കാണാം. ഇവിടത്തെ താഴെ ചെറിയ വീടും കൂടിയാണ് കേട്ടോ. ഒരു ചെറിയ വീടാണ്, എന്നാലും നല്ല കിടില ആംബിയൻസിൽ തന്നെ നല്ല രസമായിട്ട് തന്നെ പണിത ഒരു നല്ലൊരു കോട്ടേജ് പോലത്തെ ഒരു വീടാണ്. അവിടെ തന്നെ ആൾ താമസം ഉണ്ടായിരുന്നു തോന്നാണ് ഇന്നലെ. നമ്മളിന്ന് രാവിലെ നോക്കിയപ്പോഴേക്കും കൂട്ടിയിട്ടാണ്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. തൊട്ടടുത്തൊരു പള്ളിയും കൂടി ഉണ്ട്. രാത്രി 10 മണിക്കും രാവിലെ 9 മണിക്കൊക്കെ അവിടെ മണിയടി കേൾക്കാം. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു കിടില വ്യൂ തന്നെയാണ്. തേയിലത്തോട്ടത്തിന് നടുക്ക് ഒരു വലിയ സ്കൂളും ഒരു ഗ്രൗണ്ടും ഉണ്ട്. രാവിലെ അമ്മമാരും ചേച്ചിമാരും തേയില നുള്ളാൻ വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. സമയം വൈകിയതുകൊണ്ടേ പെട്ടെന്ന് കുളിച്ച് റെഡിയാണ്. നമുക്ക് പിന്നെ കാണാട്ടോ.